അനുമോൾക്കെതിരെ നോമിനേഷനിൽ ആഞ്ഞടിച്ചിരിക്കുകയാണ് നമ്മുടെ ഷാനവാസ്. അതായത് നേരത്തെ നമ്മുടെ ജിസേലിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അവൾക്ക് നല്ല ഫാൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു തരത്തിലുള്ള ലോയൽറ്റിയും ഇല്ല, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു ആത്മാർത്ഥതയോ നന്ദിയോ ഒന്നും ഇല്ലാത്ത ഒരാളാണ് അനുമോള്. ഞാൻ ഇവിടെ വന്ന സമയത്ത് അനുമോൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. അവസാനം അക്ബറുമായിട്ട് നടന്ന പ്രശ്നത്തിൽ പോലും അനുമോൾ എന്നെ വലിച്ചിഴച്ചതാണ്. സോ അതിനു വേണ്ടി ഇടപെട്ടതിൻ്റെ ഒരു നന്ദിയും ഇല്ലാത്ത ആളാണ് അനുമോള് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാനവാസ് അനുമോളെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് അനുമോൾക്ക് പുറത്ത് ഫാൻസ് ഉണ്ടെന്നറിഞ്ഞ് പലരും അനുമോളെ നോമിനേറ്റ് ചെയ്യാൻ ഭയക്കുകയാണ്. ആ സ്ഥാനത്ത് അവിടെ ഷാനവാസിന് അനുമോളെ യാതൊരു ഭയവുമില്ല എന്നാണ് ഷാനവാസ് ഇവിടെ കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത്. എനിക്ക് തോന്നുന്നു ജിസേല് പോലും അനുമോളുടെ പേര് പറഞ്ഞില്ല. ലാലേട്ടൻ്റെ എപ്പിസോഡിൽ സാധാരണ രീതിയിൽ ഇത്രയും വലിയ വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ജിസേല് പറയേണ്ടതാണല്ലോ അനുമോള് തനിക്കെതിരെ വ്യാജമായ ഒരു ആരോപണം ഉന്നയിച്ചുവെന്ന്. പക്ഷെ ജിസേൽ അത് പറയുന്നില്ല. ആ സ്ഥാനത്ത് ജിസേല് നോമിനേറ്റ് ചെയ്തത് എനിക്ക് തോന്നുന്നു അഭിലാഷിനെയും ആദിലെയുമാണ് നോമിനേറ്റ് ചെയ്തത്. അവിടെയാണ് ഷാനവാസ് വ്യത്യസ്തനാവുന്നത്. ഷാനവാസ് അനുമോളെ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.